പിന്നെ കാലുകൊണ്ട് ഒരു വര വരച്ചിട്ട് പറഞ്ഞു ഈ വരയ്ക്കിപ്പുറത്ത് വന്നാൽ നിൻ്റെ കയ്യും കാലും വെട്ടിയെടുക്കൂടി എന്നും പറഞ്ഞും കൊണ്ട് അവിടെ കയറി ചേർത്ത് നിന്നു. അത് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതെ, അവർക്ക് എന്തായിരുന്നാലും അവർക്ക് വോട്ട് കിട്ടൂല, അപ്പം നിൻ്റെ വോട്ട് ഇവിടെ ആർക്കും വേണ്ടാന്നും പറഞ്ഞും കൊണ്ടായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്. നാം ഓരോരുത്തർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ വോട്ട് ചെയ്യണ്ട എന്ന് പറയാൻ ആർക്കും നമ്മളുടെ മേൽ അവകാശമില്ല. ഇക്കഴിഞ്ഞ ഏപ്രിൽ 26 വോട്ട് ചെയ്യാനെത്തിയ 62 വയസ്സുകാരി നമ്മുടെ ഒപ്പം ചേരുന്നത് സുനിതയാണ്. ഈ അമ്മയെ വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് CPM പ്രവർത്തകർ വിരട്ടി ഓട്ടിച്ചു. അതും അസഭ്യ വാക്കുകൾ പറഞ്ഞ് വിരട്ടി ഓട്ടിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി ഇവർ 100 പോലീസിന്റെ 100 എന്ന നമ്പറിൽ വിളിച്ചു. അവിടുന്ന് പോലീസ് എത്തി. പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി വോട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് ഇവർക്ക് വന്നിരുന്നത്. പാറശാല പോലീസാണ് എത്തിയത്. പാറശാല പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചത്. എന്താണ് അന്ന് സംഭവിച്ചത്? ഞാൻ 4:45 മണിയായപ്പോൾ ഞാനൊരു ചെറിയ പണിക്ക് തിരുവനന്തപുരം സിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോട്ടിൻ്റെ സമയമായല്ലോ എന്നും പറഞ്ഞും കൊണ്ട് ഞാൻ വളരെയേറെ ധൃതിയിൽ വരുന്ന സമയം അടുത്ത് നിന്നവർ പറഞ്ഞ് CPM പാർട്ടിയുടെ അവിടെ പോയി സ്ലിപ്പ് വാങ്ങരുത്, ബൂത്തിൽ പോയി വാങ്ങരുത്, അവരെല്ലാം വെള്ളം അടിച്ചും കൊണ്ട് പ്രശ്നക്കാരായിട്ട് നിൽക്കുകയാണ്. 3-4 പ്രശ്നങ്ങൾ നടന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ UDFൻ്റെ ബൂത്തിൽ പോയി ഞാൻ സ്ലിപ്പ് ചോദിച്ചു. അതുപ്രകാരം അവരെനിക്ക് സ്ലിപ്പ് തന്ന് തിരിച്ച് സ്ലിപ്പും കൊണ്ട് തിരിയുന്ന സമയത്തേക്ക് അവർ ഈ CPM പ്രവർത്തകർ എന്നെ തടഞ്ഞു നിർത്തുകയും എന്നെ അസഭ്യക്കേടുകൾ പറയുകയും എന്തിനായിരുന്നു അവരങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിൻ്റെ വോട്ട് നമുക്ക് കിട്ടൂല, നിൻ്റെ വോട്ട് ഇവിടെ ആവശ്യമില്ല, നീ പോന്നും പറഞ്ഞും കൊണ്ട് എന്നെ വിരട്ടി. ആരൊക്കെയാണ് ഇത് വിരട്ടിയത്? ശ്രീകുമാരനും വാർഡ് മെമ്പർ ഓമന, പിന്നെ നിങ്ങളുടെ വാർഡ് ഏതാണ്? വാർഡ് കോട്ടയ്ക്കകം വാർഡ് 1. അതെ, പാറശാല പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് 1 വാർഡ്. ഈ വാർഡിലെ മെമ്പറായ ഓമനയുടെ സപ്പോർട്ടോടും കൂടെയാണ് ഇതെല്ലാം ചെയ്തു വരുന്നത്. എന്നാൽ ശ്രീകുമാരൻ ഈ വാർഡിലെ ഏരിയ സെക്രട്ടറിയും കൂടെ ആകുന്നു, CPMൻ്റെ ഏരിയ സെക്രട്ടറി. അത് പോയിട്ട് 2-ാം വാർഡിലുള്ള നെടിയാങ്കോട് വാർഡിലെ മണിയൻ എന്ന് പറയുന്ന കൂലിത്തല്ലിക്കാരനെ അപ്പം തന്നെ ബൈക്കിൽ വിളിച്ചും കൊണ്ടുവന്ന് എന്നെ അടിക്കാൻ കൈപോക്കുകയും പിന്നെ കാലുകൊണ്ട് ഒരു വര വരച്ചിട്ട് പറഞ്ഞു ഈ വരയ്ക്കിപ്പുറത്ത് വന്നാൽ നിൻ്റെ കയ്യും കാലും വെട്ടിയെടുക്കൂടി എന്നും പറഞ്ഞും കൊണ്ട് അവിടെ കയറി ചേർത്ത് നിന്നു. അത് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതെ, അവർക്ക് എന്തായിരുന്നാലും അവർക്ക് വോട്ട് കിട്ടൂല, അപ്പം നിൻ്റെ വോട്ട് ഇവിടെ ആർക്കും വേണ്ടാന്നും പറഞ്ഞും കൊണ്ടായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്. എന്നാൽ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ കുറച്ചും കൂടെ ബാക്കിലോട്ട് വന്ന് പോലീസ് അധികാരി 100-ൽ വിളിച്ചു, കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം 112-ൽ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ 112-ൽ വിളിക്കുകയും വിളിച്ചിട്ട് പറഞ്ഞു ഉടൻ തന്നെ പോലീസ് എത്തും, അമ്മ അവിടെ തന്നെ നിന്നാൽ. എന്താണ് 112-ൽ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ സംഭവം വിവരിച്ചു. വോട്ട് ചെയ്യാൻ പറ്റാതെ എന്നെ ഇവിടെ വഴിയിൽ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് മദ്യപാനികൾ എല്ലാവരും കൂടെ ചേർന്ന് എന്ന് പറഞ്ഞു. CPM മദ്യപാനികൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഇവിടെ ചേർത്ത് നിർത്തിയിരിക്കുക. ഇതിന് വരയ്ക്കിപ്പുറം വന്നാൽ എൻ്റെ കയ്യും കാലും വെട്ടിയെടുക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അസഭ്യ വാക്കുകൾ പറഞ്ഞ് ഇവിടെ എന്നെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടൻ തന്നെ അത് 5 മണി ആയി. 5 മണി 6 മണിയോടുകൂടെ വോട്ടിംഗ് അവസാനിക്കും. 5 മണിയായപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. 5 മണിയായി. ഞാൻ വോട്ടിടാൻ പോയപ്പോൾ 5:20 ആയി. എന്നെ പോലീസിൻ്റെ സഹായത്തോടും കൂടെയാണ്. എന്നാൽ 112-കാർ ഉടൻ തന്നെ പാറശാല SHOയെ വിളിച്ച് പറഞ്ഞ് SHO എൻ്റെ ഫോണിൽ വിളിക്കുകയും അവിടെ തന്നെ നിൽക്കുക, അമ്മ അവിടെ നിൽക്കുക, ഞങ്ങൾ ഇതാ വരണമെന്നും പറഞ്ഞ് പോലീസിൻ്റെ സഹായത്തോടും കൂടെ എന്നെ കൊണ്ടുവന്ന് വോട്ടിടാൻ പോകുന്ന വഴിക്കും ലാറൻസ്, ശ്രീകുമാരൻ, ഓമന CPM പ്രവർത്തകർ, വാർഡ് മെമ്പറിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി CPM പ്രവർത്തകർ വീണ്ടും പോലീസിനെ എതിർക്കാൻ നോക്കി. അപ്പോൾ SHOയുടെ സംസാരത്തിൽ ഇവർ ബാക്കിലോട്ട് നീങ്ങുകയും എന്നെ സുരക്ഷിതമായി കൊണ്ടുവന്ന് വോട്ടിട്ടിട്ട് എന്നെ ഭദ്രമായി വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം 2020-ൽ ഞാൻ SC പ്രൊമോട്ടറായിട്ടിരുന്നു മുൻകാലങ്ങളിൽ. ഇവർക്ക് എന്നോട് വൈരാഗ്യമുണ്ടാകാൻ കാരണം പ്രത്യേകിച്ച് ഞാൻ SC പ്രൊമോട്ടർ ആയതിൻ്റെ പേരിൽ ഗവൺമെൻറ് അധികാരികൾക്ക് എന്നെ അറിയാം നല്ലവണ്ണം. ഏത് കാലഘട്ടത്തിലായിരുന്നു? ഞാൻ 2010-15-ലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നിട്ട് 15 വർഷമായി. ഇത് ഈ കോട്ടയ്ക്കകം വാർഡിൽ പാറശാല പഞ്ചായത്തിൽ താമസിക്കാൻ വന്നിട്ട് 15-ാമത്തെ വർഷമാണ്. CPM പ്രവർത്തകയല്ല. എന്നാൽ ഞാൻ വൈകുന്നേരം ജോലിയും വരുന്ന സമയം റോഡിൽ കാത്തു നിന്ന് എന്നെ ചില കമ്മിറ്റിക്കെല്ലാം വിളിച്ചും കൊണ്ടുപോയി എന്നെ ഈ CPMൻ്റെ അംഗമാക്കി തീർത്തു. ഈ കഴിഞ്ഞ 2023-ൽ CPMൻ്റെ നിങ്ങളുടെ അറിവോടെ തന്നെയാണോ CPM അംഗമാക്കി തീർത്തേ?
CPM-ൻ്റെ എന്നെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയായിരുന്നു. 2-3 കമ്മിറ്റിക്കൊക്കെ എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളെ മകളെയും മെയിൻ അംഗമാക്കാമെന്നും പറഞ്ഞ് 5000 രൂപ എന്നിൽ നിന്ന് ഈടാക്കിയതിന് ശേഷം ജില്ലയിലുള്ള മഹിളാ നേതാക്കൾ വന്ന് ഇവിടെ ഇടിച്ചക്കപ്പലാമൂട് അവിടെ വെച്ച് ഒരു ശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് യോഗമുണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഉണ്ടായിരുന്നു. അന്ന് എന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇവർ CPM-ലോട്ട് കയറ്റി. മഹിളാ സെക്രട്ടറിയായി ഈ പനയർക്ക യൂണിറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. എന്നാൽ എനിക്ക് ഇവരുടെ അനീതികൾ കണ്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ ഇവരുടെ വാക്കുകൾ കേൾക്കുകയോ ഇവർക്കെതിരായി മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണമാകുന്നു എന്നെ ഇന്ന് ഇത്രയും വൈരാഗ്യവും എന്നെ ഏത് വിധത്തിലും കൊലപ്പെടുത്താമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നത്. പിന്നെ BJP പാർട്ടികളെ കാണുമ്പോൾ അവരോട് പറയുക, എന്തുകൊണ്ടായിരുന്നു അവരെ പാർട്ടിയിലേക്ക് വിളിച്ചത്? അവരുടെ പാർട്ടിയിലോട്ട് വിളിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന അഴിമതിക്ക് ഒന്നും പുറത്ത് പറയാതിരിക്കാനും വേണ്ടി എന്നുള്ള, അവരുടെ പാർട്ടി ആകുമ്പോൾ ഇത് പുറത്തോട്ട് ലീക്കാവില്ല, അവർക്ക് സപ്പോർട്ടായിരിക്കുമല്ലോ എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു എന്നെ ഇതിൽ ചേർത്തത്. 15 വർഷത്തിന് മുമ്പ് SC സമുദായത്തിൽപ്പെട്ട സാമ്പർ സമുദായത്തിൽപ്പെട്ട ലീല എന്ന് പറയുന്ന ഒരു വാർഡ് മെമ്പർ, അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു, അവരെ ഇതുപോലെ മെമ്പർ സ്ഥാനത്ത് നിർത്തിയിട്ട് അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും ഈ CPM-കാരുടെ കയ്യിലായിരുന്നു. പ്രവർത്തനവും കൊടുക്കൽ വാങ്ങലും എല്ലാം അവരുടേതായിരുന്നു. അതുപോലെ ആകുന്നു ഇപ്പോൾ ഓമന എന്ന സ്ത്രീയെ വാർഡ് മെമ്പറായി ഇവർ വ്യയരേഖയിൽ കൂടെ മെമ്പറായി എടുത്തത്. അതിനും എനിക്ക് അമർഷമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിട്ട് എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, ലോകപരിചയം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാകുന്നു എന്നെ മനഃപൂർവ്വം ഇവരുടെ CPM പാർട്ടിയിൽ ചേർത്തിട്ട് എനിക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ ഇവരുടെ ഒന്നും അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെയും അറിയാതെയാകുന്നു ഞാൻ മേലോട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പാറശാല ഗ്രാമപഞ്ചായം വിജിലൻസ്, PMG വിജിലൻസ്, നന്തങ്കോട് വിജിലൻസ്, വട്ടിയൂർക്കാവ് വിജിലൻസ്, ഇങ്ങനെ പല വിജിലൻസുകളിലും കളക്ടറേറ്റിൽ പാറശാല പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ഈ വാർഡിന് വേണ്ടി കൊടുത്തിട്ടുള്ളതും പരിഹാരം കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ഈ വിഷയങ്ങളൊന്നും ഇവരറിയത്തില്ല. ഈ CPM പാർട്ടിയെ അറിയിക്കുകയോ ഇവരുടെ ഔദാര്യത്തിന് ഞാൻ കാത്തിരിക്കാതെ എൻ്റെ സ്വന്തം പൈസയ്ക്കായിരുന്നു ഈ പാവങ്ങളെ സഹായിച്ചു. കൂടാതെ ലൈവ് മിഷനിൽ ഒരു വീടൊന്നിന് 10,000 രൂപ വെച്ചായിരുന്നു ഇവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ 2023-24 ലൈവ് മിഷൻ പദ്ധതിയിൽ ഞാൻ ജില്ലാ കളക്ടർക്കും ഓംസ്ബുഡ്മാനും എല്ലാം പരാതി കൊടുത്ത് ഗിയറിംഗ് നടത്തി ഈ വർഷത്തെ ലൈവ് മിഷൻ 9 പേർക്ക് ഞാൻ അനുവദിച്ച് വാങ്ങിച്ചു കൊടുത്തു. അതിൽ ഇവർക്ക് പണം വെട്ടിക്കാൻ പറ്റുന്നില്ല. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാകുന്നു എന്നോട് പൂർണ്ണമായി വിരോധം തോന്നാനുള്ള. ഈ വാർഡ് മെമ്പറിന് ലൈഫ് മിഷൻ പദ്ധതിയിൽ ചെന്ന് ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 7,000 രൂപ പ്രതിമാസം കിട്ടുന്നതിൽ 1,000 രൂപ CPM-ന് കിമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെ പറയുന്നുണ്ട് എനിക്ക് ഇതിൽ പറ്റിപ്പോയല്ല എന്നും പറഞ്ഞ് ഈ സ്ത്രീ വാർഡ് മെമ്പർ ഇപ്പോൾ തൊഴിലുറപ്പ് സ്ഥലങ്ങളിൽ തൊഴിലുറപ്പിനാണ് ഒപ്പിട്ടിട്ട് കയറുന്നത്. അവർ എന്നാൽ നിരപരാധിയാണ്. അവർ ഈ CPM-കാർക്ക് അടിമയായി മാത്രമാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇതെല്ലാത്തിനും കാരണം ഞാൻ ഇതെല്ലാം കണ്ടും കേട്ട് എല്ലാം എഴുതി പറക്കി മേലധികാരികൾക്ക് കൊടുക്കുകയും ഞാൻ ഇതിനെതിരെ ശബ്ദമുയർത്തി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കാരണം എനിക്ക് ജീവന് ഭീഷണിയുണ്ട്, എൻ്റെ കുടുംബത്തിനും ഭീഷണിയുണ്ട്. ആയതിനാൽ എനിക്ക് നീതി കിട്ടുന്നതിനും എൻ്റെ വോട്ട് നിഷേധിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട അധികാരികളോട് ഞാൻ താഴ്മയായി പറയുന്നു.